ഹലോ ഗൈസ്, നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററോ വീഡിയോ എഡിറ്ററോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ടൂൾ ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള AI ഡബിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ ടൂൾസിൽ ഏറ്റവും പ്രൊഫഷണൽ ആയി തോന്നിയിട്ടുള്ള ഒരു AI ടൂൾ ആണ് വിമെക് AI. ഇതൊരു സാധാരണ AI ടൂൾ അല്ല. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ട്രാൻസ്ലേഷൻ, ഓഡിയോ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ടെക്സ്റ്റ് ടു സ്പീച്ച്, സബ്ടൈറ്റിൽ ട്രാൻസ്ലേഷൻ, ഡബിംഗ്, ലിപ്സിംഗ് തുടങ്ങി ഒരു കോണ്ടന്റിനെ ഡിഫറെന്റ് ലാംഗ്വേജിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള ഒരൊറ്റ വീഡിയോ തന്നെ പല ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ലിപ്സിങ്ക് ഉൾപ്പെടെ ഇവിടെ അവൈലബിൾ ആണ്. ഓരോ ലാംഗ്വേജിനും വേണ്ടി വീണ്ടും വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വോയിസ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ 180 മിനിറ്റ്സ് ഡ്യൂറേഷൻ വരെയുള്ള വീഡിയോസ് വരെ ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാം. സോ മൂവീസ്, TV ഷോസ് പോലുള്ള ലോങ് ഫോം കോണ്ടന്റിനും ഇത് ആപ്റ്റ് ആണ്. സോ വിമെക് AI ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഈസി ആക്കാം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വിമെക് AI വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. വിമെക് AIയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ വിമെക് AI ഇന്റർഫേസ്. ലോഗിൻ ചെയ്ത് വർക്ക് സ്പേസിലേക്ക് കയറാം. ഇപ്പൊ നമുക്ക് എന്റെ കയ്യിലുള്ള ഒരു വീഡിയോ യൂസ് ചെയ്ത് ഈ വീഡിയോ ട്രാൻസ്ലേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണുന്ന പോലെ 170ഓളം ലാംഗ്വേജിലേക്ക് നമ്മുടെ കയ്യിലുള്ള വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നത് ഈ ടൂളിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്. അപ്പൊ നമുക്ക് വീഡിയോ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് വീഡിയോ ട്രാൻസ്ലേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലോഡ് മീഡിയ കാണാം. അതുപോലെ ഒരു മീഡിയയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയവയിലെ വീഡിയോ ആണെങ്കിലും ലിങ്ക് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സിംഗിൾ ഫയൽ അല്ലാതെ ബൾക്ക് ഫയൽ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കാണാം. സോ ഞാൻ അപ്ലോഡ് മീഡിയ കൊടുത്ത് ഫോൾഡറിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. എല്ലാവർക്കും നമസ്കാരം. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരു എളുപ്പ വഴി പറയാം. 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇത് നിങ്ങളുടെ ശ്രദ്ധ കൂട്ടും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗൈസ്, ഈ വീഡിയോ മലയാളത്തിലാണുള്ളത്, റൈറ്റ്? പക്ഷേ ഇതില് ഇംഗ്ലീഷും മിക്സ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിന് ഒറിജിനൽ ലാംഗ്വേജ് എന്നെടുത്ത് മൾട്ടി ലാംഗ്വേജ് എനബിൾ ചെയ്യുക. ബിക്കോസ് ഈ വീഡിയോ മലയാളം പ്ലസ് ഇംഗ്ലീഷ് ആണ്. എന്നിട്ട് ഒറിജിനൽ ലാംഗ്വേജിൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇനി ടാർഗറ്റ് ലാംഗ്വേജ് എന്നിടത്ത് ഏത് ലാംഗ്വേജിലേക്കാണ് ഈ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ വീഡിയോ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാം. അതേപോലെ ഒരേ സമയം ഡിഫറെന്റ് ടാർഗറ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനും ഇവിടെ സാധിക്കും. അത് ഞാൻ അടുത്തതിൽ കാണിക്കാം. ശേഷം നിങ്ങൾ പിക്ക് എ വോയിസ് സ്റ്റൈൽ എന്നിടത്ത് വോയിസ് ക്ലോണിംഗ് മോർ കൺസിസ്റ്റന്റ് സെലക്ട് ചെയ്യുക. ശേഷം സബ്മിറ്റ് ചെയ്യാം, കൺഫേം ചെയ്യാം, കുറച്ചേരം വെയിറ്റ് ചെയ്യണം. ഇപ്പൊ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് ഗോ ടു എഡിറ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. அனைவருக்கும் வணக்கம். படிக்கும்போது கவனம் செலுத்த ஒரு எளிய வழியை சொல்கிறேன். 25 நிமிடம் படியுங்கள், 5 நிமிடம் ஓய்வு எடுங்கள். இது உங்கள் கவனத்தை அதிகரிக்கும். அனைவருக்கும் நல்வாழ்த்துகள். നോക്കൂ ഗൈസ്, വീഡിയോ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഇനി ട്രാൻസ്ലേറ്റഡ് വീഡിയോയിലെ ലിപ് മൂവ്മെന്റ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് ലിപ്സിംഗ് ഫ്യൂച്ചർ നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഗോ ടു എഡിറ്റർ ക്ലിക്ക് ചെയ്യുക. എഡിറ്ററിൽ ലിപ്സിംഗ് ഫ്യൂച്ചർ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ലിപ്സിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ ലിപ്സിംഗ് അപ്ലൈ ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. படிக்கும்போது கவனம் செலுத்த ஒரு எளிய வழியை சொல்கிறேன். 25 நிமிடம் படியுங்கள், 5 நிமிடம் ஓய்வு எடுங்கள். இது உங்கள் கவனத்தை அதிகரிக்கும். அனைவருக்கும் நல்வாழ்த்துகள். ട്രാൻസ്ലേറ്റഡ് ഓഡിയോനനുസരിച്ച് ലിപ് മൂവ്മെന്റ്സ് എങ്ങനെ മാച്ച് ചെയ്യുന്നെന്ന് കാണാം, റൈറ്റ്? ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് എക്സ്പോർട്ട് ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമുക്ക് ഒരേ വീഡിയോ ഡിഫറെന്റ് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാനിപ്പോ ഇതേ വീഡിയോ ഹിന്ദിയിലേക്കും തെലുഗുവിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാം. അറ്റ് എ ടൈം തന്നെ നമുക്ക് ഈ 2 ടാർഗറ്റ് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ സബ്മിറ്റ് കൊടുത്ത് വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. सभी को नमस्कार. पढ़ते समय ध्यान केंद्रित करने का एक आसान तरीका बताती हूँ. 25 मिनट पढ़ाई करें, 5 मिनट का ब्रेक लें. इससे आपकी एकाग्रता बढ़ेगी. सभी को ऑल द बेस्ट. అందరికీ నమస్కారం. చదువుకునేటప్పుడు ఏకాగ్రత కోసం ఒక సులువైన మార్గం చెప్తాను. 25 నిమిషాలు చదవండి, 5 నిమిషాలు బ్రేక్ తీసుకోండి. ఇది మీ ఏకాగ్రతను పెంచుతుంది. అందరికీ ఆల్ ద బెస్ట్. ഇനി വിമെക് AIയിലെ TTS ആൻഡ് ഓഡിയോ വർക്ക് സ്പേസ് നോക്കാം. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച്. ഇത് നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്ത് വോയിസ് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ടൈറ്റിൽ ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത് എങ്ങനെ വോയിസ് ജനറേറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. ഞാൻ ഇവിടെ താങ്ക് യു ഫോർ വാച്ചിങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആൻഡ് എങ്ങനെയുള്ള ഇമോഷനിലാണ് നമുക്ക് വോയിസ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നതിനനുസരിച്ച് ഇവിടെ ടാഗ് ചെയ്യാം. ഞാൻ ടാഗ് ആയിട്ട് ഹാപ്പി എന്ന് കൊടുക്കുന്നു. ഇനി ഏത് വോയിസിലാണ് ഇത് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഇവിടുത്തെ ഒലീവ് എന്നത് മാറ്റി മിയ എന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ ജനറേറ്റ് സ്പീച്ച്. യെസ് ഗൈസ്, ഇവിടെ വോയിസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Thank you for watching.
കേട്ടില്ലേ? ഇനി സബ് ടൈറ്റിൽ ഫയൽ മീൻസ് SRT ഫയൽ വെച്ച് നമുക്ക് സ്പീച്ച് ജനറേറ്റ് ചെയ്യാം. അതിനായിട്ട് സ്മാർട്ട് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ് ടൈറ്റിൽ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഇമോഷൻ സെറ്റിംഗിന്റെ ഭാഗത്ത് ഏത് ഇമോഷനിലാണ് നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കേണ്ടത് എന്നതിനനുസരിച്ച് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ എനർജറ്റിക് ആൻഡ് ഫ്രണ്ട്ലി ടോക്ക് വിത്ത് എ മോട്ടിവേഷണൽ ടോൺ എന്ന് കൊടുക്കുന്നു. ഏത് വോയിസിലാണ് എന്നുള്ളത് ലക്ഷ്മി എന്നതും സെലക്ട് ചെയ്യുന്നു. ജനറേറ്റ് എന്നത് കൊടുക്കുന്നു. അപ്പോൾ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. പ്ലേ ചെയ്യാം. പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന 4 ടിപ്സ്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നന്നായി മാർക്ക് വാങ്ങിക്കാം. കേട്ടില്ലേ? ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഇവിടെ മൾട്ടി സ്പീക്കർ സപ്പോർട്ട് കൂടെ അവൈലബിൾ ആണ്. സോ സ്പീക്കറെ ഒന്ന് നമുക്ക് മാറ്റി നോക്കാം. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. വേണ്ട വോയിസ് കൃഷ്ണൻ എന്നത് സെലക്ട് ചെയ്ത് റീജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ആയിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ നന്നായി മാർക്ക് വാങ്ങിക്കാം. കേട്ടില്ലേ? സോ നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ 7000-ലധികം AI വോയിസസ് ഉണ്ട്. ഡിഫറെന്റ് ആളുകൾ സംസാരിക്കുന്ന ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അസൈൻ ചെയ്യാം. ഇനി വിമെഗ് AIയിലെ ട്രാൻസ്ക്രിപ്ഷൻ ഫീച്ചർ നോക്കാം. ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ മാനുവലി ടൈപ്പ് ചെയ്ത് ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ലിങ്കോ പേസ്റ്റ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയുടെ ലിങ്ക് ആണ് പേസ്റ്റ് ചെയ്യുന്നത്. ശേഷം വീഡിയോ ഏത് ലാംഗ്വേജിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ട്രാൻസ്ക്രിപ്ഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ട്രാൻസ്ക്രിപ്റ്റ് ജനറേറ്റ് ആയതിനു ശേഷം അത് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാനും പ്രൂഫ് റീഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ ആവശ്യമെങ്കിൽ ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റ് 170ഓളം ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ ഇതേ ട്രാൻസ്ക്രിപ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? അവസാനമായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ട്രാൻസ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. TXT, SRT, VTT പോലുള്ള ഫോർമാറ്റ് ഉപയോഗിച്ച് സബ് ടൈറ്റിൽ ക്രിയേഷൻ, സ്ക്രിപ്റ്റ് പ്രിപ്പറേഷൻ, കോണ്ടന്റ് റീപർപ്പസിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കാം. അപ്പോൾ ഇതാണ് വിമെഗ് AIയില് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച പ്രധാന ഫീച്ചേഴ്സ്. ഒരു വീഡിയോ പല ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മുതൽ ട്രാൻസ്ലേറ്റഡ് വീഡിയോയിൽ ലിപ്സിംഗ് അപ്ലൈ ചെയ്യാനും സബ് ടൈറ്റിൽ ഫയൽ ഉപയോഗിച്ച് ഡബ്ബിംഗ് ജനറേറ്റ് ചെയ്യാനും ഡിഫറെന്റ് ഇമോഷൻസിലുള്ള AI വോയിസസ് തിരഞ്ഞെടുക്കാനും വീഡിയോയിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ എടുക്കാനും സബ് ടൈറ്റിൽ ട്രാൻസ്ലേഷനും ഓഡിയോ ട്രാൻസ്ലേഷനും ഒക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാനും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലാംഗ്വേജിലുള്ള ഓഡിയൻസിലേക്ക് കോണ്ടന്റ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കും വിമെഗ് AI ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേറ്റർ ഫ്രണ്ടിന് കൂടെ ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ ഗൈസ്, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.